ഹലോ, അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം തെച്ചൂസിനെ അംഗൻവാടിയിൽ കൊണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കറണ്ടൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ രാവിലത്തെ പരിപാടികളൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ തെച്ചൂസിനെ കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കെട്ടിയിട്ടാണ് ഞാൻ എപ്പോഴും അവളെ കൊണ്ടയാക്കാറുള്ളത്. ചില സമയത്ത് മുടി കെട്ടിക്കഴിയുമ്പോഴായിരിക്കും പറയാം അങ്ങനെയല്ല വേണ്ടേ ഇങ്ങനെയാണ് വേണ്ടതെന്ന് കേട്ടോ. അതുപോലെ തന്നെയായിരുന്നു ഇന്നും കെട്ടിയതിന് ശേഷമാണ് പറഞ്ഞത് അതുപോലെ വേണ്ട എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. പക്ഷേ ഞാൻ തിരിച്ചൊന്നും പറയാറില്ല, വഴക്കൊന്നും പറയാറില്ല കേട്ടോ. കാരണം വഴക്ക് പറഞ്ഞിട്ട് കൊണ്ടാക്കിയിട്ട് വീട്ടിൽ വരുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. വഴക്ക് പറഞ്ഞല്ലോ പറയണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ വരുന്നത് വരെ സങ്കടമായിരിക്കും. അതുകൊണ്ട് പിന്നെ ഒന്നും പറയാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ വെയിലൊക്കെ വരുന്ന സമയം നോക്കിയിട്ട് വേണം അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല മഴയായി പോവില്ലേ. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അംഗൻവാടിയിലേക്ക് പോകണം. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അംഗൻവാടി. അപ്പോൾ ഞാൻ പിടിക്കാമെന്നും പറഞ്ഞിട്ട് ഫോൺ അവൾ പിടിച്ചിട്ടുണ്ട്. അവളാണ് കേട്ടോ പിടിച്ചിട്ട് മുന്നോട്ടേക്ക് നടന്നു പോകുന്നത്. തറയത്തൊക്കെ പോയി കുറച്ച് സമയം ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ബാഗിനകത്ത് സ്ലേറ്റും ബുക്കും ഒക്കെ എടുത്തു വെക്കേണ്ട തിരക്കാണ് കേട്ടോ. ചില സമയത്ത് പറഞ്ഞു കഴിഞ്ഞാലൊന്നും എടുത്തു വെക്കില്ല, ചില ദിവസം വേഗം എടുത്തു വെക്കും. അങ്ങനെയുള്ളൊരു കളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അംഗൻവാടിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ അവളെയും ആക്കി പെട്ടെന്ന് തന്നെ തിരിച്ച് വന്നു കേട്ടോ. നല്ല മഴയൊക്കെ ആയിരുന്നു. വന്ന് അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി കേട്ടോ. പിന്നെ അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. രാവിലെ തന്നെ മീൻ ഇന്നലെ വാങ്ങിയത് കൊണ്ട് തന്നെ ഇന്നലെ മീൻ മുറിച്ച് ഒക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ മീൻ കറിയും ചോറും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ പണി മാത്രമേ ഇന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എല്ലാം ഒരുങ്ങിയത് കൊണ്ട് തന്നെ വേറെ വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. വീഡിയോ എടുത്തു തരാനും വേറെ ആരുമില്ല കേട്ടോ, ഞാൻ തന്നെ എടുക്കണം, അതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ വീഡിയോ ഇങ്ങനെ രാവിലെ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മടിയാണ് കേട്ടോ, വേറെ ആരും എടുത്തു തരാനില്ലല്ലോ. അപ്പോൾ ഞാൻ മഴയില്ലാത്ത നേരം നോക്കി തന്നെ അലക്കാനുള്ള തുണിയൊക്കെ അലക്കി വെച്ചു കേട്ടോ. ഇത് നമ്മളെ റൂമാണ് കേട്ടോ. റൂമിൻ്റെ വാതിലിൻ്റെ നേരെ തന്നെ നമ്മൾ മോളെ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ റൂമൊക്കെ പുതപ്പും ഒക്കെ മടക്കി വെക്കാതെ ഇങ്ങനെ ഇട്ടിട്ടാണുള്ളത്. അപ്പോൾ അലക്കി ആറിയിട്ടതിന് ശേഷം ഞാൻ പുതപ്പൊക്കെ മടക്കി വെച്ചു. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോകുമ്പോൾ കുറച്ച് ദൂരമായതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ അംഗൻവാടിയിൽ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഒരു ഡ്രസ്സ് ഇടണം, വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരു ഡ്രസ്സ് ഇടണം. അതൊക്കെ ഒരു വല്ലാത്തൊരിതാണ് കേട്ടോ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ തെച്ചൂസിനെ ഒരു 3 മണിയായപ്പോൾ അംഗൻവാടിയിൽ കൂട്ടാൻ പോകണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കൈതച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുറിച്ച് പഞ്ചസാര ഇട്ട് വെച്ചു. അപ്പോൾ വരുമ്പോൾ തന്നെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ്, ഇങ്ങനെ കൊടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അവളെ ഞാൻ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തലയിലുള്ള സാധനങ്ങളൊക്കെ തരികയാണ് കേട്ടോ. സാധാരണ ഞാൻ മുടി കെട്ടിക്കൊടുത്തു കഴിഞ്ഞാലും തലയിലുള്ള ഒരു സാധനങ്ങളൊന്നും അയച്ച് കളയാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തതിന് ശേഷം അവൾ അവിടെ കളിക്കാനിരുന്നു, കുറച്ച് സമയം കളിക്കാനിരുന്നിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. കർക്കിടക മാസമൊക്കെ അല്ലേ, അപ്പോൾ അമ്പലത്തിൽ രാമായണ പാരായണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ തന്നെ 7 മണിയൊക്കെ ആയി കേട്ടോ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ. അപ്പോൾ നമ്മളെ വീഡിയോയും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.